എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു വടയുടെ റെസിപ്പി കണ്ടാലോ. ഇതിന് ഉഴുന്നൊന്നും വേണ്ട, സാധാ ചോറ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗൾ ചോറ് എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ റവ, ഒരു വലിയുള്ളി ചെറുതായി കട്ട് ചെയ്തത്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയൊരു ബൗൾക്ക് നമുക്ക് ചോറ് നന്നായിട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല, വെള്ളം തീരെ ഇല്ലാതെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അതിലേക്ക് റവ, അരിപ്പൊടി, ഒരു നുള്ള് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നതിൽ പറയാൻ വിട്ടുപോയതാണ്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ, എല്ലാം എത്തുന്ന രീതിയിൽ. എന്നിട്ട് നമുക്കിവിടെ മൂടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയിലെ ചെറിയ ജാറിൽ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ 2 കഷ്ണം ഇഞ്ചി പുളി വെള്ളത്തിലിട്ടതാണ് കേട്ടോ, അത് പുളിവെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അരച്ചെടുക്കട്ടോ. ഇതൊന്ന് അരിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൽ കറിവേപ്പില, ഒരു പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം. ഇപ്പോൾ അതാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. ഇനി നമുക്ക് വട ഉണ്ടാക്കാൻ നോക്കാം. മാവിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ബോൾസ് ആക്കിയിട്ട് നടുക്കൊരു ഹോളാക്കി കൊടുത്തിട്ട് നന്നായി ചൂടായിട്ടുള്ള ഓയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ നനച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഒരു ഭാഗം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ മറ്റേ പുറവും നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതേമാതിരി തന്നെ എല്ലാം ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.